നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ അത്ര എളുപ്പമൊന്നും തടയാൻ കഴിയുന്നതല്ല. ലോക്സഭയിലോ രാജ്യസഭയിലോ കേവല സംഖ്യ ഉണ്ട് എന്ന് കരുതി എന്തും കാണിച്ചു കളയാം. എന്ത് രീതിയിലുള്ള അഹങ്കാരവും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി എന്ന് മനസ്സിലാക്കപ്പെടുന്ന സമയമാണിത്. കാരണം രാഹുൽ ഗാന്ധി ഇത്രയധികം കോൺഫിഡൻസോടെ പറയുകയാണ്, ജനകീയ വിചാരണ കൊണ്ടും വലിയ തോതിലുള്ള രാജ്യത്തെ പ്രക്ഷോഭം കൊണ്ടും ഒരു കൊല്ലത്തിനകം നരേന്ദ്രമോദി മന്ത്രിസഭ താഴെ വീഴുമെന്നും എലക്ഷൻ ഉണ്ടാകും എന്നും പറയുന്നു. അതായത് 2027 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത്രയും വലിയ തോതിലുള്ള പ്രക്ഷോഭം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിലുള്ള പ്രക്ഷോഭം അത് വലിയ തോതിൽ തന്നെ ഈ രാജ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് സമരം ചെയ്യുന്നവരെയും ഈ രാജ്യത്ത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെയും തല്ലിച്ചതച്ചും അവരെ മുഴുവൻ അധിക്ഷേപിച്ചും അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഉമ്മാക്കി കാണിച്ചും വായടപ്പിക്കാൻ നോക്കാൻ കഴിയില്ല. ആ കാലഘട്ടമൊക്കെ മറഞ്ഞു. ജെൻസി പ്രക്ഷോഭം നമ്മൾ തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്ത് ഇനി ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ എന്ന് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും BJP മുഖ്യമന്ത്രിമാർ ഭരണം കൈയാളുമ്പോഴും പുതിയ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് BJP വ്യാപിപ്പിക്കുന്നു എന്നുള്ള ഗർവ് അവർക്ക് സ്വയം തോന്നുമ്പോഴും അവർ മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിലെ അവരുടെ ഭരണം പിടിവിട്ടു പോകാൻ തക്കതായിട്ടുള്ള ഒരു വലിയ ബോംബ്, അത് ജനകീയ വിചാരണയിലൂടെ ഒരു വലിയ ബോംബിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തന്നെയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വളരെ സ്ഫുടമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ രാജ്യത്ത് നടക്കുന്ന ഈ വലിയ തോതിലുള്ള പ്രക്ഷോഭം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. തൊഴിലില്ലായ്മ ഏറ്റവും വലിയ സർവകാല റെക്കോർഡിലേക്കാണ്. ഡോളറിന്റെ മൂല്യം കൂടി വരുന്നതോടെ രൂപയുടെ മൂല്യം താറുമാറായിരിക്കുന്നു. ഇന്ധന വില വർധന, അതുപോലെ തന്നെ ദൈനംദിന പാചകവാതകത്തിന്റെ റെക്കോർഡ് വർധനയൊന്നും ജനങ്ങൾ ഏറെ നാൾ സഹിച്ചെന്ന് വരില്ല, പുറത്തൊന്നു വരില്ല. കൃത്യമായ തിരിച്ചടിയിലൂടെ ജനകീയ വിചാരണയിലൂടെ സർക്കാർ നേരിടാൻ പോകുന്നതേ ഉള്ളൂ. BJP ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രക്ഷോഭം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത് രാഷ്ട്രപതി ഭരണത്തിലേക്കോ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ ഘട്ടത്തിലേക്കോ പോകുന്ന സാഹചര്യമായിരിക്കും. മോദിക്ക് വലിയ തോതിൽ ഭരണം നിലനിർത്താൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സമയവും വിദൂരമല്ല. രാഹുൽ ഗാന്ധി കൃത്യമായി മോദിക്ക് ഓങ്ങിയിരിക്കുകയാണ്.